الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه هلاهون أم يدسه في التراب ألا ساء ما يحكمون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നാളെ നമ്മെ വിചാരണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഇസ്ലാമിന്റെ നല്ല അധ്യാപനങ്ങളുടെയും യുക്തിഭദ്രമായ നിർദ്ദേശങ്ങളുടെയും കീഴിൽ മാന്യമായ ജീവിതം നയിക്കുന്നവരാണ് മുസ്ലിം സ്ത്രീകൾ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പുരുഷന്മാരെക്കാൾ കൂടുതൽ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാം വിരോധിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ പച്ചയായി വിമർശിക്കുന്ന എത്രയോ ആളുകൾ പറയാറുണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് അവകാശങ്ങളില്ല. എന്നാൽ വിശ്വാസികളെ, ഭൗതിക ജീവിതത്തിലേക്ക് അവൾ ആഗതമാകുന്ന സന്ദർഭങ്ങൾ തൊട്ട് മകളായി, മാതാവായി, ഭാര്യയായി, സഹോദരിയായി, പിതൃ സഹോദരിയായി, മാതൃ സഹോദരിയായി വ്യത്യസ്ത മേഖലകളിൽ അവർക്കുള്ള സ്ഥാനവും മഹത്വവും
കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഏതൊക്കെ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവൾക്ക് ഇസ്ലാം കൊടുത്തിട്ടുള്ള മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൾ പുത്രിയാകുമ്പോൾ, മകളാകുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരുപാട് അധ്യാപനങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളോട് ആർദ്രവത്തോടു കൂടി നിങ്ങൾ പെരുമാറണം. സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺമക്കളെയും പെൺമക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിനനുസരിച്ച് പടച്ചുറപ്പ് തരും. ആ ആണാകട്ടെ പെണ്ണാകട്ടെ, ഏത് മകളാണെങ്കിലും മകനാണെങ്കിലും വിശിഷ്യ പ്രത്യേകിച്ച് ഏറ്റവും കാരുണ്യത്തോടുകൂടി മകളോട് പെരുമാറാൻ സാധ്യമാകണം എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഖിതാഅതു കബദി, എന്റെ കരളിന്റെ കഷ്ണം എന്നുള്ള വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സന്ദർഭങ്ങളിലൂടെ, മരണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളിലൂടെ, സ്വഹാബത്ത് കരയുന്ന സന്ദർഭങ്ങളിലൂടെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, എന്റെ ഉപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. ഇത് കേട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പൊന്നുമോളോട് പറയുകയാണ്, മോളെ ഫാത്തിമ, ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്കുള്ള നിമിഷങ്ങളെല്ലാം സന്തോഷകരമായിട്ടുള്ളതാണ്. കരഞ്ഞു വന്ന മോൾ പിന്നെ ചിരിക്കുന്ന സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പെൺമക്കൾ ലഭിക്കുന്ന മാതാപിതാക്കൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല, അവരൊരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. എന്നാൽ പെൺകുട്ടി ജനിച്ചെന്നറിഞ്ഞാൽ ഏറെ പ്രയാസത്തോടുകൂടി, അപമാനത്തോടുകൂടി, പടച്ചോനെ ഇനി ഞാൻ എങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കുമെന്ന് കരുതി പോലും ജീവിതത്തെ തള്ളി നീക്കിയ ഒരു കാലഘട്ടം, ജാഹിലിയ്യ കാലഘട്ടത്തിലൂടെ ആ ഒരു അവസ്ഥകളെ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി കൊണ്ട് ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹ് പറയുകയാണ്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവരിൽപ്പെട്ട ഒരാൾക്ക് ഒരു പെൺകുട്ടി എങ്ങാനും ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ കോപാകുലനായി അവന്റെ മുഖമത കറുത്തിരുണ്ടു പോവുകയാണ്, ദേഷ്യം വരികയാണ്. എന്താ കാരണം? പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് കേൾക്കുമ്പോൾ. മാത്രമല്ല, അവന് സന്തോഷ വാർത്ത നൽകപ്പെട്ട ആ കാര്യങ്ങളിലുള്ള അപമാനത്താൽ അവൻ ജനങ്ങളിൽ നിന്നതാ മാറിപ്പോവുകയാണ്. എനിക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയാൻ പോലും അവൻക്കൊരു ഷെയ്മാണ്, മോശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അയുംസികുഹു ഹലാഹുൻ അം യദുസ്സുഹു ഫിത്തുറാബ്. അപമാനത്തോടെ അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെ, അഥവാ പെൺകുട്ടിയെ അവൻ ജീവനോടുകൂടി മണ്ണിൽ കുഴിച്ചു മൂടുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, അലാ സാമാ യഹ്കുമൂൻ. അവനെടുക്കുന്ന തീരുമാനം എത്ര മോശപ്പെട്ട തീരുമാനമാകുന്നു. ഈ ഒരു കാലം ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിലാണ് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ സന്തോഷിക്കേണ്ടത്, പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ഏറെ സന്തോഷിക്കേണ്ടത്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് നൽകിയ നിധിയാണ് എന്റെ പൊന്നുമോൾ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു
മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ അവഹാത് വഅർദൽ ബനാത്, നൽകേണ്ടത് നൽകാതിരിക്കുകയും തനിക്ക് അർഹമല്ലാത്ത കാര്യങ്ങളെ ആവശ്യപ്പെടലും, അതുപോലെ തന്നെ വഅർദൽ ബനാത്, പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഹറാമായിട്ടുള്ള നിഷിദ്ധമാക്കിയ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്കൊക്കെ അറിയാലോ. മൻ കാന ലഹു സലാസു ബനാതി, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടായി, ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഹീഹിന്ന വയക്ഫീഹിന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ആ പെൺമക്കൾക്ക് കൃത്യമായി കൊണ്ടുള്ള അഭയം കൊടുത്തു, ആ പെൺകുട്ടികളെ അവൻ കൃത്യമായി പോറ്റി വളർത്തി, വയർഹമുഹുന്ന, അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്താൽ വജബത് ലഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തെ നിർബന്ധമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് പെൺമക്കളുള്ള രക്ഷിതാക്കൾ നിരാശപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖിതനാകേണ്ടതില്ല. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, 2 പെൺമക്കളാണ് ഉള്ളതെങ്കിലോ? അങ്ങ് പറഞ്ഞത് 3 ആളാണെങ്കിലല്ലേ, 2 പെൺമക്കളാണെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന്. ആൺകുട്ടികളുടെ വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടില്ല, അല്ലെ? ഇനി പ്രിയപ്പെട്ടവരെ, ആ ഒരവസ്ഥയിൽ നമ്മൾ മാറി അവർ ഉമ്മയാകുമ്പോഴും എത്ര വലിയ സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം കൊടുത്തത്, അല്ലെ? ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി സഹവസിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞത് ഉമ്മുക്ക എന്നാണ്, നിന്റെ ഉമ്മയോട് എന്നാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എത്രയെത്ര മാതാപിതാക്കളാണ് പ്രിയപ്പെട്ടവരെ പ്രയാസത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായി കൊണ്ടുള്ള പരിപാലനവും സ്നേഹവും വാത്സല്യവും മക്കൾ കൊടുക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യരോടിതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, തങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹമലതുഹു ഉമ്മുഹു ഖുർആൻ വവഅദതുഹു ഖുർഹാ, അവന്റെ മാതാവ് അവനെ പ്രയാസത്തിന്റെ മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഗർഭം ചുമന്നത്, അതുപോലെ തന്നെയാണ് അവനെ പ്രസവിച്ചത്. അതുകൊണ്ട് ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണേ എന്നാണ്. കൃത്യമാണ്, അല്ലേ? ആ ഉമ്മയോട് ഉപ്പയോടുമുള്ള പെരുമാറ്റത്തിൽ ഒന്നുകൂടി കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്, സ്നേഹം കൊടുക്കേണ്ടത്, വാത്സല്യം കൊടുക്കേണ്ടത് നമ്മുടെ ഉമ്മയോടായിരിക്കണം. അവർക്ക് പരിശുദ്ധതയിൽ ഇസ്ലാം ഒരുപാട് മഹത്വം കൊടുത്തിട്ടുണ്ട്. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ റബ്ബിതാ വിധിച്ചിരിക്കുന്നു, അല്ലാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളത്. എന്തൊക്കെ മാർഗങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നന്മകൾ ചെയ്തു കൊടുക്കാൻ. നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഉപ്പക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ടുപോയി കൊടുത്താൽ മതി, അവരെ ഒന്ന് കൂട്ടിപ്പിടിച്ചവരുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ മതി. ഭക്ഷണം വിളമ്പിത്തരുന്ന ഉമ്മയോട്, ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് തിരിച്ചു ചോദിച്ചാൽ മതി, മനം നിറയും, സന്തോഷമാകും. അതിന് പോലും ഇന്ന് പല ആളുകൾക്കും സമയമില്ല. പ്രിയപ്പെട്ടവരെ,
ഈ ഒരു ഉമ്മയോടുള്ള ബാധ്യത നമ്മൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നതോടൊപ്പം ആ ഉമ്മയുടെ മഹത്വത്തെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ ഭാര്യയാകുമ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. അവളെ നിങ്ങൾ ആദരിക്കണം, അവളെ നിങ്ങൾ ബഹുമാനിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, സത്യവിശ്വാസികളിൽ വെച്ച് ഈമാൻ പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ തന്നെ അവരോട് സഹകരിക്കുവാനും അവർക്കുള്ള നന്മകൾ ചെയ്തു കൊടുക്കുവാനും സാധ്യമാകണം. അതാർക്കാ കിട്ടുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഹലോകം മുഴുവനും നല്ല വിഭവങ്ങൾ ഒതുങ്ങിയ കാര്യമാണ്. ഇഹലോകത്തിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ അൽ മർഅതു സ്വാലിഹ, നല്ല ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നല്ല ഒരു ഭാര്യയാണെങ്കിൽ അത് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അർബഉ മിനസ് സഅദ, 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണെന്ന് പഠിപ്പിച്ചപ്പോ അവിടെ ഒന്ന് എണ്ണിയത് നല്ല ഒരു ഭാര്യയെ കിട്ടുക എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ഒരു ഭാര്യക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ സ്നേഹവും ആദരവും ബഹുമാനവും കാരുണ്യമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ റോൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കണം. കാലങ്ങളോളം, മാസങ്ങളോളം, ആഴ്ചകളോളം കൂടെ ജീവിച്ചു. ഭാര്യ പറയാണ്, ഞാൻ എന്റെ ഭർത്താവിനെ എത്രയാണ് സ്നേഹിച്ചത്, എന്റെ ജീവനേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ എല്ലാറ്റിനേക്കാളും ഞാൻ സ്നേഹിച്ചു. പക്ഷേ ആ ഭർത്താവിന് ഇതുവരെ അനുഭവം ജീവിതത്തിൽ വന്നിട്ടില്ല, എന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. ആ ഭർത്താവിന് കൊടുക്കേണ്ടുന്ന ആദരവും ബഹുമാനവും കൊടുക്കാൻ അവൾക്ക് കഴിയണം. ഭർത്താവിന് മാത്രം കൊടുക്കേണ്ടുന്ന അവരുടെ ശരീരത്തെ ഒരിക്കലും ഒരാളുടെ മുമ്പിലും വിനിയോഗിക്കുവാൻ ആ പെണ്ണിന് കഴിയാൻ പാടില്ലാതെ ഏറ്റവും വലിയ പാതകമാണ്. വ്യഭിചാരത്തിലേക്കും അഭീത ബന്ധങ്ങളിലേക്കും ഒരു ഭാര്യ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൂടെ ആ നിമിഷങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ ഭർത്താവ് അവളുമായി കൊണ്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അത് തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോടുള്ള മഹത്വങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന ശ്രേഷ്ഠതകളും കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. അല്ലേ? പരിശുദ്ധ ദീൻ ഇസ്ലാം അവർക്ക് കൊടുത്ത മഹത്വമാണത്. എന്നിട്ട് ഇസ്ലാമിനെ കളിയാക്കുന്നവർ പറയാണ്, ഓൽക്കൊരു അവകാശമില്ല, ഓൽക്കൊരു മഹത്വമില്ല. അത് കൃത്യമായി കൊണ്ട് പഠിക്കാത്തതിന്റെ കുറവാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി കൊണ്ട് പെരുമാറിയ വ്യക്തിയായിരുന്നു. തിരിച്ചു ഭാര്യമാരും അങ്ങനെ തന്നെയായിരുന്നു. അടുക്കളയിൽ പോയി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ സഹായിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കിയേ നിങ്ങള്, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മരണശേഷവും പറഞ്ഞിരുന്നു, എന്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. നോക്കിയേ നിങ്ങള്, ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കിരുന്നു കൊണ്ട് ഏകാന്തമായി അല്ലാഹുവിനെ ഓർക്കുകയാണ്. ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെ സമയങ്ങൾ ഹിറാ ഗുഹയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിലോമീറ്ററുകൾ താങ്ങി നടന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റാ, വായിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ വചനം ഓതി കൊടുക്കുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയവിഹ്വലനായി പേടിച്ചു വിറക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി കൊണ്ട് കേൾക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു പോകുന്ന രംഗങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സമ്മിലൂനി യാ ഖദീജ, ഖദീജ, എന്നെ ഒന്ന് നീ മൂടി പുതപ്പിച്ചു തരുമോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകളും ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള കടമകളും കൃത്യമായി കൊണ്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തില് ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല, അങ്ങ് ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അങ്ങ് ഒരിക്കലും നിരാശനാകേണ്ടതില്ല നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയെ കൈയൊഴിയുകയില്ല. പാവങ്ങളെ സഹായിക്കുന്നവനല്ലേ താങ്കള്, ദുർബലരെ കണ്ടറിയുന്നവനല്ലേ താങ്കള്, അനാഥകളെ പരിപാലിക്കുന്നവരല്ലേ താങ്കള്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയെ ഒരിക്കലും കൈയൊഴിയുകയില്ല എന്നുള്ള ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ സമാധാനത്തിന്റെ വാക്കുകളെന്ന് കേട്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂളായി തണുപ്പായി പേടിയൊക്കെ പോയി. എന്താ കാരണം? ഒരു ഭാര്യയുടെ മാന്യമായ ഇടപെടൽ, ഒരു ഭാര്യയുടെ ഏറ്റവും നല്ല ഉത്തരവാദിത്വ ബോധം. ആ ഉത്തരവാദിത്വ ബോധം കൃത്യമായി നിർവഹിക്കുമ്പോഴേ തന്റെ ഭർത്താവിന് തിരിച്ച് ഭാര്യയോടുള്ള സ്നേഹം ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ. അതല്ലാതെ വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ആധുനിക ലോകം പടച്ചുവിട്ട സിംബലുകൾ അയച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്തെങ്കിലും വെച്ചതുകൊണ്ട് മാത്രമൊന്നും ആ സ്നേഹം തിരിച്ചു കിട്ടണമെന്നില്ല. ഏതൊക്കെ ചരിത്രത്തിന്റെ താളുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചോ, ഭാര്യയും ഭർത്താവുമായി കൊണ്ടുള്ള ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തരവാദിത്വ ബോധമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് പോലും നമുക്കത് വായിച്ചെടുക്കുവാൻ സാധ്യമാകും. അപ്പൊ അവള് ഭാര്യയാകുമ്പോ അവൾക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങളെയും അവകാശങ്ങളെയുമാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചത്. ഓക്കെ, നിങ്ങള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. മീസാഖൻ ഖലീല, സുദൃഢമായ ഒരു കരാറാണത്, സുദീർഘമായ സുദൃഢമായ ഒരു കരാറാണത്. ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും തന്റെ പൊന്നുമോളെ വളർത്തിയെടുക്കുവാനില്ല പ്രയാസമുള്ളത് കൊണ്ടല്ല നമ്മുടെ കരങ്ങളിലേക്ക് ആ മകളെ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവളെ ഭാര്യയായി നമ്മുടെ കരങ്ങളിലേക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. പിന്നെ എന്താണ്? അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട്. പക്ഷേ സ്നേഹത്തിൽ വിള്ളലുകൾ വന്നാൽ, വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ബാധ്യതകൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മകൾ സംഭവിച്ചാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, അവിടെ പിന്നെ സ്നേഹമല്ല, അവിടെ പിന്നെ അകൽച്ചയാണ് സംഭവിക്കുക. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച ഇത്തരത്തിലുള്ള മഹത്വങ്ങളെ വിശിഷ്യ എന്റെ സഹോദരിമാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കിയേ നിങ്ങള്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരുപാട് വാർത്തകൾ, ആ വാർത്തകളുടെ കൂട്ടത്തിൽ ഒരു വിവാഹ ദിവസം കുറച്ച് ദീന് പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ ചില പാട്ടുകൾ പാടുകയാണ്. കേട്ടാൽ പോലും മദ്ഹാണെന്ന രൂപത്തിൽ അവർ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണെങ്കിലും അതിലുള്ള വരികൾ കേൾക്കുമ്പോൾ ലജ്ജയാണ് പ്രിയപ്പെട്ടവരെ തോന്നിയത്, മോശമായി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തോന്നിയത്. ഇത്രത്തോളം
മതപുരോഹിതന്മാർ പോലും ദീനെ കൃത്യമായി കൊണ്ട് എത്തിച്ചു കൊടുക്കേണ്ടതിന് പകരം ആ ദീനിനെ വളച്ചൊടിക്കുമ്പോൾ വിശിഷ്യ നമ്മൾ കൃത്യമായി കൊണ്ട് ദീൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത് പോലെയല്ലല്ലോ ദീന് പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് വരുമ്പോൾ. അപ്പൊ അത് കൃത്യമായി കൊണ്ടുള്ള ഒരു ബോധം നമുക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള മഹത്വങ്ങളെ തിരിച്ചറിയുക, അവർക്കുള്ള നന്മകളെ തിരിച്ചറിയുക, അവരോടുള്ള ബാധ്യതകളെയും നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൊടുത്ത സ്ഥാനത്തെയും മഹത്വത്തെയുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഒരു അന്യ സ്ത്രീയാണെങ്കിൽ നമ്മളുമായി ഒരു ബന്ധവുമില്ല, എന്നാലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവരെ സഹായിക്കുവാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവര് രോഗിയായി കിടക്കുമ്പോൾ, ശാരീരികമായി കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ജീവിത വരുമാനം പ്രയാസത്തിലായി നീങ്ങുമ്പോൾ സാമ്പത്തികപരമായി കൊണ്ടവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ. വിധവകളുടെയും അഗതികളുടെയും വിഷയത്തിൽ അധ്വാനിക്കുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ്. ഒരു ചില്ലറ വിഷയമല്ല. സോഷ്യൽ മീഡിയകളിലൂടെ എത്രയോ ആളുകൾ പ്രയാസങ്ങൾ അനുഭവിച്ച് അല്ലാതെയും നമ്മെ സമീപിക്കുമ്പോൾ ഒരുപാട് സമ്പത്തുണ്ടാക്കി വിനിയോഗിക്കുവാനല്ല ദീനുൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. മറിച്ച് ഉള്ളതിൽ നിന്ന് ഉള്ളതുപോലെ കൊടുക്കാനാണ്. നമ്മുടെ വരുമാനം എത്രയാണ് എന്ന് കൃത്യമായി നമുക്കും നമ്മുടെ റബ്ബിനും അറിയാം. ആ വരുമാനത്തിൽ ഉതകുന്ന, നമ്മളെ കൊണ്ട് കഴിയുന്ന സംഖ്യ നൽകി സഹായിക്കാൻ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ഒന്നിച്ച നേട്ടമാണ്. എത്ര ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എന്നറിയോ? ഒരു പക്ഷെ ഇത് പറയുമ്പോ നമ്മൾ ചിന്തിക്കും, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ ഭക്ഷണമില്ലാത്ത ആളുകൾ ഉണ്ടാകുമെന്ന്. ഉണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകളുണ്ട്. നമ്മുടെ മക്കള് നല്ല പുതുവസ്ത്രം ധരിച്ച്, നല്ല ചെരുപ്പ് ധരിച്ച്, മുടിയൊക്കെ ചീകി നല്ല ഉഷാറായി നടക്കുമ്പോ കീറിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് പിഞ്ചോമന മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുരക്ഷിതമായ ഭക്ഷണം തീന്മേശയുടെ മുമ്പിൽ നമ്മൾ വിളമ്പുമ്പോ, ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ, ആളുകൾ വലിച്ചെറിഞ്ഞ വേസ്റ്റിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ പെറുക്കിയെടുക്കുന്ന മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച വിഷയമാണ്.
അവർക്ക് കൊടുക്കുന്ന നല്ല ആളുകൾ ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിങ്ങളിൽ നിന്നുള്ള ഒരു നന്ദി പ്രകടനം ആഗ്രഹിച്ചുകൊണ്ടല്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. സഹായിക്കണത് എന്തിനു വേണ്ടിയിട്ടാ? എന്നെ കാണുമ്പോൾ അവനൊന്നിങ്ങനെ വിഷ് ചെയ്യണം, എന്നൊന്നിങ്ങനെ ബഹുമാനിക്കണം. വേണ്ട പ്രിയപ്പെട്ടവർ, അതിന്റെ ആവശ്യമില്ല. എത്രയോ ആളുകളുണ്ട് സമ്പത്ത് കൊടുക്കുന്നത് വലിയ പബ്ലിസിറ്റി ആയിക്കൊണ്ട് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനെ? ആരെ കാണിക്കാൻ? എന്തിനാ പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്യുന്നത്? വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ കൊടുത്തവർക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് പഠിപ്പിക്കുമ്പോ എന്തിന് നമ്മൾ മറ്റുള്ളവരെ അത് അറിയിക്കണം? മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്കൊക്കെ അറിയാലോ, ഏറ്റവും മഹത്തരമായ ദിവസമാണ്. ഒരു പക്ഷേ നമ്മൾ ഇരിക്കുമ്പോൾ AC ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാകും. അതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എന്ത് ചെയ്യാനുള്ളതല്ല. ഖുത്ബ കേൾക്കുമ്പോൾ ഉറങ്ങാനുള്ള അവസരമല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷീണമുണ്ടാകാം, തളർച്ചയുണ്ടാകാം, ശാരീരികമായിക്കൊണ്ടുള്ള പ്രയാസമുണ്ടാകാം. എന്നാലും നമ്മൾ മാനസികമായിട്ട് നീയത്തെടുത്തിരിക്കണം. എന്ത്? എന്റെ കണ്ണടയൂല ഖുത്ബ കേൾക്കണവരെ. ഒരു അരമണിക്കൂർ, ഒരു 35 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും? കൃത്യമായി അത് ശ്രമിക്കുമെന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കണം നമ്മളെല്ലാവരും ജുമയിൽ പങ്കെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ ഇത്? ആഴ്ചയിൽ ഒരു ദിവസം അള്ളാഹുവിന്റെ ദീന് കേൾക്കാനുള്ള അവസരമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ആധുനിക ലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും? ഈ കഴിഞ്ഞ ദിവസമല്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടത്, ഈ കുന്നംകുളത്ത് തന്നെ ദാരുണമായി കൊണ്ടുള്ള ഒരു വധം. എന്താ അതിന്റെ പിന്നിലുള്ള അസലെന്താ? സമ്പത്ത്, സ്വർണമെടുക്കാൻ അല്ലേ? എന്തിനാ പ്രിയപ്പെട്ടവരെ? ദുനിയാവിനോടുള്ള അമിതമായി കൊണ്ടുള്ള ഹുബ്ബ്, ദുനിയാവിനോടുള്ള അമിതമായി കൊണ്ടുള്ള ഇഷ്ടമാണ്. തൊട്ടടുത്ത് തൃശ്ശൂരിൽ ഒരു 14-കാരനാണ് യുവാവിനെ കുത്തിക്കൊന്നത്. നമ്മൾ വാർത്തകൾ വായിച്ചവരാണ്. അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസ പറയാത്തതിന്റെ പേരിലാണ് ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊന്നത്. ഇതിങ്ങനെ പറയുമ്പോ ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ എന്താണ് ഇപ്പൊ ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്താ കാരണം എന്നറിയോ? അള്ളാഹിന്റെ ദീനും കൃത്യമായി കൊണ്ടുള്ള ജീവിത ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ടാണ്. കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കൂട്ടുകെട്ടിനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ ദുനിയാവും പരലോകവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ വക വിഷയങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങൾ കേൾക്കുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ബാധ്യത എന്താണെന്നറിയോ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും നീ കാത്തുരക്ഷിക്കണമേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ വളരെ ശാരീരികമായി പ്രയാസപ്പെട്ടുകൊണ്ട് ICUയിൽ കിടക്കുന്ന ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ദുആ ചെയ്യുവാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ അല്ലാഹു